ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉലുവ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഉലുവ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. നമ്മുടെ ശരീരത്തിന് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഉലുവ വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഇതായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പൊ ഞാൻ ഇത് രാത്രിയാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഓവർനൈറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഇത് നമ്മുടെ ഉലുവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു പാക്കാണ് കേട്ടോ ഇത്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 തവണയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ താരന് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മുടെ മുടിയിലെ താരൻ നന്നായിട്ട് കുറയാനും പിന്നെ അത് മാത്രമല്ല മുടിക്ക് നല്ല തിളക്കം കിട്ടാനും പിന്നെ മുടി കൊഴിച്ചിൽ തടയാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ചെറുനാരങ്ങ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കാത്തത്. അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് താരനിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കളയണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു അരമണിക്കൂറെങ്കിലും, അതായത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണല്ലേ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് അടുത്തത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 1 ടേബിൾ സ്പൂണോളം മാത്രം മതി കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്ലാസിന്റെ 3/4 ഭാഗത്തോളം എത്തുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. നമുക്ക് രാത്രി ചെയ്ത് വെക്കാം കേട്ടോ. രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് രാത്രിയാണ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത് നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് ഒന്ന് ഞെരടി കൊടുക്കണം കേട്ടോ. ആ ഒരു ഉലുവയുടെ അംശങ്ങളൊക്കെ നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് നമുക്ക് അരിച്ചൊഴിക്കാം. ഇതുപോലെ അരിച്ചൊഴിക്കുന്ന ടൈമിൽ ലാസ്റ്റ് വരുന്ന ആ ഒരു ഉലുവയുടെ ഭാഗങ്ങൾ ഉണ്ടല്ലോ, അത് ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഞെരടി കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ, അതായത് ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നതിന് മുന്നായിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഷുഗറിന്റെ ലെവലൊക്കെ, അതായത് ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല കൊളസ്ട്രോൾ ആയാലും പ്രഷർ ആയാലും നന്നായിട്ട് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് ചുമ്മാ ഒരു വീഡിയോക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ. വർഷങ്ങളായിട്ട് അമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന്. രാവിലെ വെറും വയറ്റിൽ അമ്മ ഇത് കഴിക്കുന്ന കാണാം. അപ്പോൾ 30 വർഷത്തോളമായി അമ്മയ്ക്ക് ഷുഗർ വന്നിട്ട്. അപ്പോൾ ഇപ്പോഴും ഷുഗർ കൺട്രോളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് നേരിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ. അപ്പോൾ ഇതുപോലെ ഷുഗറൊക്കെ വന്നിട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. 3-4 ദിവസം കുടിച്ചിട്ട് അയ്യോ ഷുഗർ കുറയുന്നില്ല എന്ന് മാത്രം പറയരുത് കേട്ടോ. ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. ഡെയിലി ചെയ്ത റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് കുടിക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ചയ്ക്കും പിന്നെ സ്കിന്നൊക്കെ ഗ്ലോ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇത് ഷുഗറുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സമയത്തെ വയറുവേദന കുറക്കാനായിട്ട് പീരീഡ്സിന്റെ ഡേറ്റിന് 10 ദിവസം മുന്നിട്ട് ഇതുപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ, അതായത് വെറും വയറ്റിൽ തന്നെ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് വയറുവേദനയൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പീരീഡ്സ് റെഗുലർ ആകാനും ഈ ഒരു വെള്ളം ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ ഉലുവയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഉലുവ രാത്രി തന്നെ കുതിർത്ത് വെച്ചതാണ്. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിലോട്ട് 1 കപ്പോളം അരി ഇട്ട് കൊടുക്കുകയാണ്. പൊടിയരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പൊടിയരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്.
കണ്ടില്ലേ? ഇനി ഈ ഒരു അരി നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഞാൻ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടിച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് അതിലോട്ട് വേണ്ട ശർക്കര പാനി തയ്യാറാക്കാം. ശരിക്കും പറഞ്ഞാൽ ശർക്കരയല്ല വേണ്ടത്, കരിപ്പെട്ടിയാണ് വേണ്ടത്. ഇപ്പൊ എന്റെ കയ്യിൽ കരിപ്പെട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പകരമായിട്ട് ശർക്കര എടുത്തത്. ഇപ്പൊ കരിപ്പെട്ടിയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴേക്കും നമ്മുടെ അരിയും ഉലുവയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ പാലാണ്. പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാലാണ് നല്ലത്. ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ പാൽ തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാലൊന്ന് തിളക്കുന്നവരെ, അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ഇത് നമ്മുടെ കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാണ്, പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ തന്നെ ഉപയോഗിക്കണം. തേങ്ങാപ്പാൽ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇത് പ്രസവിച്ച സ്ത്രീകളൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമുക്കറിയാം, പ്രസവിച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ, അതായത് ഒരു ഉൾബലം ഇല്ലാണ്ടിരിക്കുക എന്ന് പറയും. ആ ഒരു ബലക്കുറവിനൊക്കെ, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലക്കുറവ് തോന്നുകയാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രസവിച്ച സ്ത്രീകളൊക്കെ കുടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂടാനായിട്ട് ഈ ഒരു ഉലുവക്കഞ്ഞി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശർക്കര ഇട്ട് തന്നെ കുടിക്കണം എന്നില്ല. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് കുടിക്കാവുന്നതാണ്. നോർമൽ നമ്മുടെ കഞ്ഞിയൊക്കെ കുടിക്കുന്നത് പോലെ ഇത് കുടിക്കാവുന്നതാണ്. കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഉലുവ വെച്ചിട്ടുള്ള ടിപ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. പ്രത്യേകിച്ച് ഷുഗറൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവരാരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഉലുവ വെള്ളം നിങ്ങൾ നേരത്തെ കുടിക്കുന്നവരാണെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.